Good morning all. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആപ്ലിക്കേഷൻസ് ഓഫ് ആംബിയസ് ലോ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ സെക്കൻഡ് ചാപ്റ്ററിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് ആപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ പഠിച്ചില്ലേ? അതെങ്ങനെയായിരുന്നു? ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ എൻ ക്ലോസ് ബൈ എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? പിന്നെ ഒരു ഗോഷൻ സർഫസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്ത് സ്ഫിയറിന്റെയും അതുപോലെ ഷെല്ലിന്റെയും ഷീറ്റിന്റെ ഒക്കെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടു. അതുപോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ആപ്ലിക്കേഷൻസ് ഓഫ് ആംബിയസ് ലോ എന്ന് പറയുന്നത്. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ സീറോ ഐ എൻക്ലോസ്ഡ് എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട്. അപ്പൊ നമ്മൾ ഇതിൽ ചെയ്യുന്നതാണ്, അവിടെ നമ്മൾ ഗോഷൻ സർഫസ് ഉണ്ടാക്കി, അതുപോലെ ഇവിടെ എന്താ ഉണ്ടാക്കുക? ആംപീരിയൻ ലൂപ്പ് ഉണ്ടാക്കും. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പിന്നെ ചാർജ് കറന്റ് ക്യാരിങ് വയറോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിനായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു ലൂപ്പ് ഉണ്ടാക്കും. അതിന് ആംപീരിയൻ ലൂപ്പ് എന്നാ പറയുക. എന്നിട്ട് അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഫോർവേഡ് ചെയ്യും, അല്ലേ? അത് നോക്കാം. നമുക്ക് അതിനകത്ത് ഫസ്റ്റ് ആപ്ലിക്കേഷൻ വരുന്നത് ഒന്നാമത്തെ ടൈറ്റിൽ ചെയ്ത മെയിൻ ടൈറ്റിൽ ആപ്ലിക്കേഷൻസ് ഓഫ് ആംബിയസ് ലോ. അതിനകത്ത് ഫസ്റ്റ് ഇട്ടത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, അല്ലേ? ബയോസാവാർട്സ് ലോന്റെ ആപ്ലിക്കേഷൻസിനകത്ത് നമ്മൾ ഇത് ഓൾറെഡി ചെയ്തതാണ്, അല്ലേ? ബയോസാവാർട്സ് ലോ ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മളൊരു കറന്റ് ക്യാരിങ് വയർ ഉണ്ട്, അതിൽ നിന്നും ഒരു ഡി എൽ സെഗ്മെന്റ് ഉണ്ടെന്ന് കരുതുക. അതിൽ നിന്നും ആർ ഡിസ്റ്റൻസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഒരു ഫോർമുല ആയിരുന്നു അത്, അല്ലേ? അത് ന്യൂ സീറോ ഐ ബൈ 2 പൈ ആർ ഇൻറ്റു പിന്നെ ന്യൂ സീറോ ഐ ബൈ 4 പൈ ഇൻറ്റു സൈൻ തീറ്റ 2 മൈനസ് സൈൻ തീറ്റ 1 അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ആ എക്സ്പ്രഷനകത്ത് നമ്മൾ ഇൻഫിനിറ്റ്ലി ലോങ് വയർ ആകുമ്പോൾ തീറ്റ 1 ഇത്ര, തീറ്റ 2 ഇത്ര എന്നൊക്കെ പറഞ്ഞ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്തത്, അല്ലേ? അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറന്റ് ക്യാരിങ് വയർ ആംബിയസിൽ വെച്ചിട്ട് നമുക്ക് 2 സ്റ്റെപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നോക്കാം, ഇതിലൂടെ കറണ്ട് ഐ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. Okay, we have to find the magnetic field at a distance r from the wire. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ആ ആർ ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ആ ആർ ഡിസ്റ്റൻസ് പോലെ ഈ വയറിന് ചുറ്റുമുള്ള ആർ ഡിസ്റ്റൻസ് നോക്കുക. അതായത് ഈ വയറിൽ നിന്നും ആർ ഡിസ്റ്റൻസിൽ ചുറ്റുമുള്ള പോയിന്റ്സ് ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഒരു സർക്കിൾ കിട്ടുക, അല്ലേ? ഇതിനെയാണ് നമ്മൾ ആംബീരിയൻ ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറയാ? ആംബീരിയൻ ലൂപ്പ്. ഇത് നമുക്കറിയാം, ഇത് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ വെച്ചിട്ടാണ് ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. കറന്റ് ഈസ് ഫ്ലോയിങ് ത്രൂവേർഡ്സ് ദി upward direction. That means we have to place our thumb, അല്ലേ? അങ്ങനെ വെച്ചു. and the curled fingers shows the magnetic field, അല്ലേ? അപ്പൊ ഇവിടെ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? എങ്ങനെയാണ്? ഇങ്ങനെയാണ്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്, അല്ലേ? ഇനി നമ്മുടെ എന്താണ് ആംബിയസ് ലോ എന്ന് പറയുന്നത്? ഇന്റഗ്രൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ സീറോ ഐ എൻക്ലോസ്ഡ്, അല്ലേ? ഈ ഐ എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? കറന്റ് എൻക്ലോസ്ഡ് ബൈ ദി ആംബിരിയൻ ലൂപ്പ് ആണ്, അല്ലേ? ഇനി നമുക്ക് ഇവിടെ എന്ത് കാണണം? ഈ ബി ഡോട്ട് ഡി എൽ കാണും, അല്ലെ? അതിനകത്ത് ബി ഇവിടെ ഉണ്ട്. ഇനി ഡി എൽ എന്ന് പറയുന്നത് we have to assume a small length element dl here, അല്ലെ? dl എന്ന് പറഞ്ഞൊരു ലെങ്ത് എലമെന്റ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തു. Since it's a circle, the direction of dl will be a tangent to this, അല്ലെ? ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഡി എൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ എന്താണ്? ഒരു ടാൻജന്റ് ആണ്. കാരണം സർക്കിൾ ഇങ്ങനെയാണ്, അല്ലെ? ആ ലൂപ്പ് ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടാൻജന്റ് ആണ്, അല്ലേ? ആൻഡ് ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് ബി ആൻഡ് ഡി എൽ ആർ അലോങ് ദി സെയിം ഡയറക്ഷൻ. അതുകൊണ്ട് ദ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് ഡി എൽ ഈസ് 0 ഡിഗ്രി, അല്ലേ? അപ്പം therefore ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു ഇന്റഗ്രൽ ബി ഡി എൽ കോസ് 0, അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ എൻക്ലോസ്ഡ് എന്നോ, അല്ലേ? മ്യൂ സീറോ ഐ എൻക്ലോസ്ഡ് എന്നോ, അല്ലേ? ഇനി ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് ബി ഇൻറ്റു ഇന്റഗ്രൽ ഡി എൽ ഈക്വൽ ടു മ്യൂ സീറോ ഐ എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ കറന്റ് എൻക്ലോസ്ഡ് ബൈ ദി ആംബീരിയൻ ലൂപ്പ് ആണ്. ഈ ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്ന കറന്റ് എന്താണ്? കറന്റ് ക്യാരിഡ് ബൈ ദി വയർ ആൻഡ് വിച്ച് ഈസ് ഐ, അല്ലേ? അപ്പൊ ഐ എന്ന് എഴുതാം, അല്ലേ? ഇനി എന്താണ് ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ? ഇതാണ് നമ്മുടെ ലൂപ്പ്, അല്ലേ? ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ടോട്ടൽ ലെങ്ത്. അതിന്റെ ടോട്ടൽ ലെങ്ത് എന്താ വരിക? ബി ഇൻറ്റു 2 പൈ ആർ വരിക, അല്ലേ? സിൻസ് ഇറ്റ്സ് എ circle, അല്ലേ? equal to mu 0 I, therefore B equal to mu 0 I by 2 pi r along phi cap, അല്ലേ? ഇതുകൊണ്ട് ഫൈ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫീൽഡ് ഇങ്ങനെയാണ്, അല്ലേ? അപ്പോൾ ഇത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഫൈ ഡയറക്ഷൻ ഇല്ല, പ്ലെയിനാർ ആംഗിളിന്റെ ഡയറക്ഷൻ ഇല്ല. അപ്പൊ ഇത്രയാണ്, അല്ലേ? ഇത് ആകെ 2 സ്റ്റെപ്പ് ശരിക്കും പറഞ്ഞു, അല്ലേ? ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ മ്യൂ സീറോ ഐ എൻക്ലോസ്ഡ്, ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ, ബി ഡോട്ട് ഡി എൽ എന്താണ്? ബി ഡി എൽ കോസ് 0, അല്ലേ? ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ 2 പൈ ആർ ഈക്വൽ ടു മ്യൂ സീറോ ഐ ബൈ 2 പൈ ആർ അലോങ് ഫൈ ഡയറക്ഷൻ. ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പറ്റും. ക്ലിയർ ആണല്ലോ?
ഇതാണ് ആംബിയസ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ അല്ലേ. ഇനി നിങ്ങൾ അടുത്ത ഇത് ചെയ്ത ആപ്ലിക്കേഷൻ ചെയ്ത രണ്ടാമത്തത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സോളിനോയിഡ്. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സോളിനോയിഡ്, ഒരു സോളിനോയിഡ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ സോളിനോയിഡ് നിങ്ങൾക്ക് അറിയാം എന്താണ്. ഇറ്റ്സ് എ ലോങ് വയർ വൗണ്ട് ഓവർ എ സിലിണ്ടറിക്കൽ കോർ. അല്ലെ, ഒരു സിലിണ്ടറിക്കൽ കോർ എന്തെങ്കിലും ഉണ്ടാവും, അതിനെ ചുറ്റി ഒരു വയർ ഇങ്ങനെ ചുറ്റി വെച്ചതാണെന്ത് സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ അല്ലെ. നമുക്ക് ഒരു സോളിനോയിഡ് കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ശരിക്കും രണ്ട് റീജിയൻ പറയാം അല്ലെ. ഒന്ന് ഇൻസൈഡ് ദ സോളിനോയിഡ്, ഒന്ന് ഔട്ട്സൈഡ് ദ സോളിനോയിഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഔട്ട്സൈഡ് ദ സോളിനോയിഡ് കാണാം. ഓക്കെ, ഇനി ഇതിനകത്ത് n ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഉണ്ട് അല്ലെ. n എന്താണ്? ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ലെറ്റ് ക്യാപിറ്റൽ N ബി ദി നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദി സോളിനോയിഡ് അല്ലെ. ഇനി ഞാൻ ആദ്യം എന്താണ് ഔട്ട്സൈഡ് ആണ് കാണുന്നത്, ഔട്ട്സൈഡ് ദി സോളിനോയിഡ് അല്ലെ. അപ്പൊ ഞാൻ ആ സോളിനോയിഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് ദി സോളിനോയിഡ്. സോ വി ക്യാൻ കൺസ്ട്രക്ട് എ ലൂപ്പ് ഔട്ട്സൈഡ് ദി സോളിനോയിഡ്. ഇതിന്റെ പുറത്തൊരു ആംബിയന്റ് ലൂപ്പ് ഉണ്ടാക്കുക. ഔട്ട്സൈഡ് മാത്രമുള്ളതാണ്. അപ്പൊ നമ്മൾ ലൂപ്പ് ഉണ്ടാക്കേണ്ടത് പുറത്ത് മാത്രമാണ് അല്ലെ. ഇനി ഇത് വലിയ റിസ്ക് ഒന്നുമില്ല, നമുക്കറിയാം എന്താണ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 ഐ എൻക്ലോസ്ഡ് ബി ഇൻറ്റു ഇന്റഗ്രൽ ഡി എൽ ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്? കറന്റ് എൻക്ലോസ്ഡ് ബൈ ദി ആംബിയന്റ് ലൂപ്പ് എന്താണ്? 0 ആണ്. ഇതിനകത്ത് ഈ സോളിനോയിഡിലൂടെ പോകുന്ന കറണ്ട് എന്താണ്? ഐ ആണ്. ഇതിലൂടെ കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ പുറത്ത് വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് സിൻസ് ഐ എൻക്ലോസ്ഡ് ഈക്വൽ ടു 0 therefore ബി ഔട്ട് ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും അല്ലെ. ജസ്റ്റ് ഒരു ഇത് മാത്രമാണ്. കാരണം നമുക്കറിയാം സോളിനോയിഡിന്റെ കേസിൽ എങ്ങനെ കറണ്ട് കാണാം. അപ്പൊ ജസ്റ്റ് ഒരു റിംഗ് ആണെന്ന് എഴുതാം, ഇങ്ങനെ ഒരു റിംഗ് ഉണ്ടെന്ന് എഴുതാം. ഓക്കെ, അതിന്റെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെ പറയാം? ഒരു റിംഗ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു ചൂസ് ദി കേൾ ഫിംഗേഴ്സ് അലോങ് ദി കറന്റ് ഡയറക്ഷൻ അല്ലെ. അവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു വയർ ആണെങ്കിൽ ഇപ്പൊ ഒരു വയറിന് മുകളിലൂടെ ഇങ്ങോട്ട് കറണ്ട് പോകുന്നുണ്ടെന്ന് എഴുതാം. അപ്പൊ നമ്മൾ കറന്റിന്റെ ഡയറക്ഷനിൽ തമ്പ് വെക്കും. കേൾഡ് ഫിംഗേഴ്സ് എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിച്ചു തരും. ഓക്കെ, ആൻഡ് ഇഫ് ഇറ്റ്സ് എ സർക്കുലർ ലൂപ്പ്, ഒരു സർക്കുലർ ലൂപ്പ് ആണെങ്കിൽ വി ഹാവ് ടു കേൾ അവർ ഫിംഗേഴ്സ് ടു ദി ഡയറക്ഷൻ ഓഫ് കറന്റ്. ഒരു സർക്കിൾ ആണെങ്കിൽ നമ്മൾ കറന്റിന്റെ ഡയറക്ഷനിൽ നമ്മൾ ഫിംഗേഴ്സ് കേൾ ചെയ്യണം. ദെൻ അവർ തം ഷോസ് ദി മാഗ്നറ്റിക് ഫീൽഡ്. രണ്ടും മാറ്റുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, രണ്ടും റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ തന്നെയാണ്. അത് വയർ ആണെങ്കിൽ തമ്പ് കറന്റിന്റെ ഡയറക്ഷനിൽ, അല്ല സർക്കുലർ ലൂപ്പ് ആണിച്ചാൽ ഫിംഗേഴ്സ് കറന്റിന്റെ ഡയറക്ഷനിൽ. ഓക്കെ, അപ്പൊ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്, അത് മറക്കരുത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദി ആക്സിസ് ആണ് അല്ലെ. ഇങ്ങനെ ഒരു സംഭവം, ഒരു വട്ടത്തിലുള്ള സംഭവം എഴുതാം. ഇതിപ്പോ ഇങ്ങനെയാണ് ഈ ഡയറക്ഷനിലെ കറണ്ട് പോകുന്നത് എഴുതുക. അപ്പൊ ഇങ്ങനെയല്ലേ പോണേ. അപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ചാൽ എന്റെ തമ്പം കിട്ടാൻ കിട്ടും എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ സംഭവം ഉണ്ടെങ്കിൽ അതിന്റെ ആക്സിസിലൂടെയാണ് എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് വരിക. ഒരു വയർ ഉണ്ടെങ്കിൽ ആ വയറിന് ചുറ്റുമാണ് മാഗ്നറ്റിക് ഫീൽഡ് വരിക. എന്നാൽ ഇതൊരു വയറിന്റെ ചുറ്റാണ്, അപ്പൊ അതിന്റെ ആക്സിസിലൂടെയാണ് എന്ത് വരിക? മാഗ്നറ്റിക് ഫീൽഡ് വരിക. അപ്പൊ തന്നെ വ്യക്തമാണ് ഇത് കുറെ കമ്പിച്ചിട്ടുള്ളതാ അല്ലെ. ഇതൊരു സർക്കിൾ, അതിന്റെ ഫീൽഡ് ആക്സിസ് കൂടെയാണ്. അപ്പൊ ഇതൊക്കെ കൂടെ കൂടിയാൽ അതിന്റെ മൊത്തം ആക്സിസിലൂടെ മാത്രമേ വരുള്ളൂ, പുറത്തേക്ക് ഫീൽഡ് ഇല്ല. അതൊരു ലോജിക്കാണ് അല്ലെ. നമ്മൾ ആംബിയന്റ് ലൂപ്പ് പുറത്തുണ്ടാക്കി ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഐ എൻക്ലോസ് 0 ആണെന്നുള്ളതുകൊണ്ട് ബി ഔട്ട്സൈഡ്, മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് സോളിനോയിഡ് എന്താണ്? 0 ആണ്. ക്ലിയർ ആണല്ലോ. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് ഇൻസൈഡ് ദി സോളിനോയിഡ്. ഇൻസൈഡ് ദി സോളിനോയിഡ്, ഒരു സോളിനോയിഡിന്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ ലെറ്റ് എൻ ബി ദി നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഇത് നമ്മൾ ഇവിടെ ഒരു സോളിനോയിഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിനെ അകത്തുള്ളതാ കണ്ടേ. അപ്പൊ അകത്ത് ടച്ച് ചെയ്തുകൊണ്ട് ഞാനൊരു ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു ആംബിയന്റ് ലൂപ്പ് കൺസ്ട്രക്ട് ചെയ്തു. അതിന്റെ സൈഡ്സിന് ഞാൻ ഈ സൈഡിന് പി എന്നും ഇതിന് ക്യൂ എന്നും ഇതിന് ആർ എന്നും ഇതിന് എസ് എന്നും പേരിട്ടു. ഓക്കെ, ഓക്കെ ആണല്ലോ. ഈ പി ക്യു ആർ എസ് എന്ന് പറഞ്ഞ ഒരു ലൂപ്പ്, ഒരു ആംബിയന്റ് ലൂപ്പ് കൺസിഡർ ചെയ്തു. കൺസ്ട്രക്ടിങ് ആൻ ആംബിയന്റ് ലൂപ്പ് അല്ലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആംബിയസ് ലോ അപ്ലൈ ചെയ്യാണ്. അതിനകത്ത് നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ആക്സിസിലൂടെ വരിക അല്ലെ. ഈ ആക്സിസിലൂടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക നമുക്കറിയാം. കാരണം ഇതും എന്താണ്? കുറെ സർക്കുലർ റിങ്സ് ആണ്. ഓക്കെ, ഇനി ഫോർമുല അപ്ലൈ ചെയ്യാം. ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 ഐ എൻക്ലോസ്ഡ്. ഓക്കെ, ഇനി കറന്റ് എൻക്ലോസ്ഡ് ബൈ ദി ലൂപ്പ് നമുക്ക് കാണാം. ഓക്കെ,
കറണ്ട് എൻക്ലോസ്ഡ് ബൈ ലൂപ്പ് കാണണം. അപ്പം ആദ്യം നമുക്ക് ഐ എൻക്ലോസ്ഡ് കാണാം. ഐ എൻക്ലോസ്ഡ് ഈസ് ഈക്വൽ ടു എന്താണ്, ഇതിനകത്ത് n ടേൺസ് ഉണ്ട് അല്ലെ, n ടേൺസ് ഉണ്ട് അല്ലെ. ഇതിൽ ഒരാളുടെ കറണ്ട്, ഒരു ലൂപ്പിന്റെ കറണ്ട് ഐ ആണ്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ലൂപ്സ് കിട്ടാൻ എന്താ ചെയ്യാ, ഞാൻ പറഞ്ഞത് n ഈസ് ദി നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഇതിനകത്ത് ഒരു ലൂപ്പ് ക്യാരി ചെയ്യുന്ന കറണ്ട് ഐ ആണ്. അങ്ങനെ വെച്ചാൽ മൊത്തം കറണ്ട് എങ്ങനെയാണ് n ഇൻറ്റു എൽ ഇൻറ്റു ഐ ആ വരിക. സംശയം ഉണ്ടോ? കാരണം n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, ഇൻറ്റു ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്പർ വരും, ടോട്ടൽ നമ്പർ ഓഫ് റിങ്സ് വരും, ഇൻറ്റു ഐ. ഒരു റിങ് ക്യാരി ചെയ്യുന്ന കറണ്ട് ഐ ആണ്. അപ്പൊ മൊത്തം എത്ര റിങ് ഉണ്ട് നോക്കിയാൽ പോരാ, മൊത്തം കറണ്ട് കിട്ടാൻ ഐ എൻക്ലോസ്ഡ് ബൈ ദി ലൂപ്പ് അല്ലേ. അപ്പൊ എന്ത് ചെയ്താൽ മതി, n ഇൻറ്റു എൽ ഇൻറ്റു ഐ എന്ന് വരും അല്ലേ. Therefore integral b dot dl equal to mu 0 n l i അല്ലേ, ഇങ്ങനെ വരും. ഇത് നമുക്ക് എന്ത് കാണണം, അതിന്റെ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ കാണണം. ഓക്കെ, ഇത് ക്ലോസ്ഡ് ഇന്റഗ്രൽ ആണ്. ഈ ലൂപ്പിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത് കൺസ്ട്രക്ട് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ദിസ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എലോങ് പി, ദിസ് ലൈൻ അല്ലേ, ഈ ലൈൻ പി, പ്ലസ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എലോങ് ക്യൂ, പ്ലസ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എലോങ് ആർ, പ്ലസ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എലോങ് എസ് ഈക്വൽ ടു മ്യൂ 0 എൻ എൽ ഐ അല്ലേ. ആ രീതിയിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം അല്ലേ. ഇനി നമുക്കറിയാം ഈ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് മുകളിലേക്കാണ് അല്ലേ. ഇതിന്റെ ആക്സിസിലൂടെ ഒന്നെങ്കിൽ മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക്, ഇനിയിപ്പോ എങ്ങോട്ടായാലും ഇങ്ങനെ അല്ലെ. നമ്മൾ ഇനി കൺസ്ട്രക്ട് ചെയ്യുന്ന ലൂപ്പിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാന്ന് കരുതുക അല്ലെ. ഈ ഡയറക്ഷനിലാണ് ഇവിടെ ലൂപ്പ് എന്ന് കരുതുക. ഓക്കെ, നമുക്ക് ഇവിടെ കാണുന്നത് ബി ഡോട്ട് ഡി എൽ ആണ്. ബി ഇങ്ങോട്ടേക്കാണ്, ഫിക്സഡ് ആണ് അല്ലെ, ബി ഇങ്ങോട്ടേക്കാണ്. ഇനി പിന്റെ കേസിൽ നോക്കാം, ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇന്റഗ്രൽ അലോങ് പി ബി ഡി എൽ കോസ് 0 എന്നല്ലേ വരിക. കാരണം പിന്റെ ഡയറക്ഷനിൽ ഡി എല്ലും അല്ലെ, ഈ പി എന്ന് പറഞ്ഞ പാത്ത് ഇതാണ് അല്ലെ. ഇതിൽ ഡി എൽ മുകളിലേക്കാണ്, ഫീൽഡും അങ്ങോട്ടേക്കാണ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ആംഗിൾ 0 ആണ്. പ്ലസ് എന്ത് വരും, ബി ഡി എൽ എലോങ് ക്യൂ എന്താ വരിക, ക്യൂ എന്ന് പറഞ്ഞാൽ ഡി എല്ലിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, ബി അങ്ങോട്ടേക്കാണ്. അപ്പൊ അത് കോസ് 90 ഡിഗ്രി വരും. പ്ലസ് ഇന്റഗ്രൽ ആർ ബി ഡി എൽ, ആർ എന്ന് പറഞ്ഞാല് പുറത്താണ് അല്ലെ, ആർ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ പുറത്താണ്. അതുകൊണ്ട് നമ്മൾ ഐ എൻക്ലോസ്ഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ അത് കണക്കൂട്ടേ വേണ്ട. ഓക്കെ, ഈ ഭാഗം നമ്മൾ അതിനകത്ത് കണക്കൂട്ടണ്ട, ബിക്കോസ് ആർ ഈസ് ഔട്ട്സൈഡ് ദ ലൂപ്പ്. അതുകൊണ്ട് ആർ നമ്മൾ പരിഗണിക്കണ്ട. പ്ലസ് ഇന്റഗ്രൽ ബി ഡി എൽ അലോങ് എസ് എന്താ പറയുക, കോസ് 90 ഡിഗ്രി. എസ് എന്ന് പറഞ്ഞ ഇതല്ലേ ഇങ്ങോട്ടേക്ക്, ഡി എൽ അങ്ങോട്ടേക്ക്. അപ്പൊ അവരുള്ള ആംഗിൾ 90 ഡിഗ്രി. ചുരുക്കി പറഞ്ഞാൽ പി കമ്പോണന്റ് മാത്രമേ നിൽക്കുള്ളൂ അല്ലെ, ഈ പി തന്ന കമ്പോണന്റ് മാത്രമേ നിൽക്കുള്ളൂ. ഈക്വൽ ടു മ്യൂ 0 ഐ എൻ എൽ ഐ അല്ലെ. അപ്പൊ എന്ത് വരും, ബി ഇൻറ്റു ഇന്റഗ്രൽ ഡി എൽ ഈക്വൽ ടു മ്യൂ 0 എൻ എൽ ഐ എന്ന് വരും അല്ലെ, മ്യൂ 0 എൻ എൽ ഐ എന്ന് വരും അല്ലെ. അപ്പം ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ ലെങ്ത് അല്ലെ. ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ പി അല്ലേ നമ്മൾ കൺസിഡർ ചെയ്ത സെഗ്മെന്റ്. അപ്പൊ ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൊത്തം ലെങ്ത് അല്ലെ. അപ്പൊ എന്ത് വരും, ബി ഇൻറ്റു എൽ വരും. അപ്പൊ ഇന്റഗ്രൽ ഡി എല്ലും എല്ലും കട്ട് ചെയ്ത് പോയി, ബി ഈക്വൽ ടു മ്യൂ 0 എൻ ഐ എന്ന് വരും. ദിസ് ഈസ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ സോളിനോയിഡ്. ഇനിയിപ്പോ ഇത് z ഡയറക്ഷൻ ആണ് വെച്ചാൽ വി ക്യാൻ റൈറ്റ് z ക്യാപ്. ക്ലിയർ ആണല്ലോ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ സോളിനോയിഡ്, മ്യൂ 0 എൻ ഐ അല്ലെ. മ്യൂ 0 ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു കറണ്ട് എന്ന് വരും. ഓക്കെ ആണല്ലോ, എവിടെയും കൺഫ്യൂഷൻ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നത് അല്ലെ. ലൂപ്പ് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക, പി മാത്രമേ നമ്മൾ ഇതിലേക്ക് ഡൊണേറ്റ് ചെയ്യുള്ളൂ, ബാക്കിയൊക്കെ പുറത്താണ്. ഈ ആർ പുറത്തേക്ക് ഇടാൻ കാരണം ഐ എൻക്ലോസ്ഡ് ബൈ ആർ എന്താണ്, 0 ആണ്. അപ്പൊ അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല. ഓക്കെ, അതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സോളിനോയിഡ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ഇത് എഴുതുക, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ടോറോയിഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ടോറോയിഡ്. ടോറോയിഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബ്രാക്കറ്റിൽ എഴുതുക സർക്കുലർ സോളിനോയിഡ് എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലെ. എ സോളിനോയിഡ് ഈസ് wound into a circle അല്ലേ. എന്ന് പറഞ്ഞാൽ ഒരു സോളിനോയിഡ് എന്ന് പറയുന്നത് കുറെ കമ്പിച്ചുള്ളൂ, അതിനെ വളച്ചിട്ട് എന്ത് ചെയ്യും, ഒരു സർക്കിൾ ആക്കുക. അതാണ് ശരിക്കും എന്ത്
മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ടോറോയിഡ് ആണ് കാണാൻ പോകുന്നത്. നോക്കാം. ഓക്കെ, ഏകദേശം അങ്ങനെ വരും. ടെക്സ്റ്റ് നോക്കി നാളേക്ക് വെക്കാം. ഇനി നമ്മൾ ഇതിനകത്ത് 3 റീജിയൻ കൺസിഡർ ചെയ്യാം. ഒന്ന് ഔട്ട്സൈഡ്. ഓക്കെ, ഒന്ന് ഔട്ട്സൈഡ് ദി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇന്റഗ്രൽ ബി ഔട്ട് ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 I enclosed. ഇതല്ലേ ഫോർമുല? അപ്പൊ നമ്മൾ ഏതാണ് ഇതിന്റെ സെന്റർ? യു ഹാവ് ടു കൺസ്ട്രക്ട് എ ലൂപ്പ് ഔട്ട്സൈഡ് അല്ലേ? ഇതിന്റെ പുറത്ത് ഒരു ലൂപ്പ് കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, അതിന്റെ റേഡിയസ് ഞാൻ ടെക്സ്റ്റിലെ കൺവെൻഷൻ എടുത്താൽ R1 എന്ന് എടുത്തു അല്ലേ? വി ആർ കൺസ്ട്രക്ടിങ് ആൻ ആംബിഗിയൻ ലൂപ്പ് അറ്റ് എ ഡിസ്റ്റൻസ് R1 ഫ്രം ദി സെന്റർ, അല്ലെങ്കിൽ R1 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ നമ്മൾ പുറത്ത് വരയ്ക്കുക. ഓക്കെ, ഇനി ഇവിടെ ഇന്റഗ്രൽ ബി ഔട്ട് ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 ഇൻറ്റു നോക്കാം. ഇവിടെ ഞാൻ പുറത്താ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി നോക്കാം, കറണ്ട് ഐ ആണ് ഓരോ ലൂപ്പിലൂടെയും പോകുന്ന കറണ്ട്. ഐ എന്ന് പറഞ്ഞ കറണ്ട് ഓരോ ലൂപ്പിലൂടെയും പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ഇതുണ്ട് കരുതുക അല്ലേ? ഇപ്പൊ ഇതാണ്, ഇത് കാണിച്ചു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കുറെ റിങ്സ് അല്ലേ, ബാങ്കിൾ പോലെ കുറെ വളകൾ പോലെ അല്ലേ? ഇതിന്റെ പുറത്ത് എന്തുണ്ട്? ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, ഇതാണ് പുറത്തുള്ള ലൈൻ അല്ലേ? ഇങ്ങനെയാണ് ഇതുള്ളത്. നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ആംബിഗിയൻ ലൂപ്പ് സോളിനോയിഡിന്റെ പുറത്താണ്, അല്ലെങ്കിൽ ടോറോയിഡിന്റെ പുറത്താണ്. ടോറോയിഡ് ഇങ്ങനെ വരിക അല്ലേ? ഇങ്ങനെയല്ലേ വരിക? ഇത് നോക്കാം, ഇവിടുന്ന് കറണ്ട് ഇങ്ങനെ വരും, ഇവിടുന്ന് ഇങ്ങോട്ടും പോകും അല്ലേ? ഒരു റിംഗിലൂടെ, ഒരൊറ്റ റിംഗിലൂടെയുള്ള കറണ്ട് ഞാൻ പറയുന്നത്. ഇങ്ങനെ കുറെ ചുറ്റുകളുണ്ട്. അതിൽ ഒരു ചുറ്റിലുള്ള കറണ്ടിന്റെ കാര്യം ഞാൻ പറയുന്നത്. ഒരു ചുറ്റിൽ കറണ്ട് ഇങ്ങനെ വരും, അത് കഴിഞ്ഞാൽ കറണ്ട് ഇങ്ങനെ പോകും എന്ന് പറഞ്ഞാൽ കറണ്ട് ഒരു ഡയറക്ഷനിൽ ഇങ്ങോട്ടും ഒരു ഡയറക്ഷനിൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? അതുകൊണ്ട് ഒരു റിംഗിലൂടെയുള്ള നെറ്റ് ഡൊണേഷൻ എന്താണ്? 0 ആണ് അല്ലെ? അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചെയ്ത സിൻസ് ഈച്ച് ടേൺ ഓഫ് ദ ടോറോയിഡ് ക്യാരീസ് കറന്റ് ട്വൈസ് ബട്ട് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ആംബിഗിയൻ ലൂപ്പ് ദ നെറ്റ് കറന്റ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് ലൂപ്പ് ഈസ് 0. മനസ്സിലായോ? ഇങ്ങനെയൊരു ഇതാണ് ചുറ്റ്, പുറത്തുള്ള ആംബിഗിയൻ ലൂപ്പിന്റെ ചുറ്റ്. അതിനകത്ത് കുറെ ചുറ്റുകൾ വേറെ ഉണ്ട്. ഓക്കെ, ഇനി ഇതിൽ ഒരു റിംഗ് മാത്രം കൺസിഡർ ചെയ്യുക. ഒരു റിംഗിൽ നിന്ന് കറണ്ട് ഇങ്ങനെ വരും, അപ്പൊ ഒരു ഡയറക്ഷൻ ആയി. അതിന്റെ ഓപ്പോസിറ്റ് ആണ് പിന്നെ ഇങ്ങോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഡൊണേഷൻ എന്താവും? 0 ആവും അല്ലേ? അപ്പം μ0 ഇൻറ്റു 0 എന്നാണ്. ഐ എൻക്ലോസ്ഡ് 0 ആണ്. അതിന്റെ ജസ്റ്റിഫിക്കേഷൻ എഴുതിയല്ലോ. സിൻസ് ഈച്ച് ടേൺ ഓഫ് ടോറോയിഡ് ക്യാരീസ് കറന്റ് ട്വൈസ് ബട്ട് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ആംബിഗിയൻ ലൂപ്പ് ദ നെറ്റ് കറന്റ് എൻക്ലോസ്ഡ് ബൈ ദി ആംബിഗിയൻ ലൂപ്പ് ഈസ് 0 അല്ലേ? അതുകൊണ്ട് ബി ഔട്ട് എന്താണ്? 0 ആണ്. ഇനി അവിടെയും നിങ്ങൾ ആ ലോജിക്ക് അപ്ലൈ ചെയ്യണം. നമുക്കറിയാം സോളിനോയിഡിന്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ആക്സിസിലൂടെയാണ് അല്ലെ? ഒരു സോളിനോയിഡ് ഉണ്ടെന്ന് കരുതുക അല്ലെ? ഇങ്ങനെ ഇതിപ്പോ എന്റെ വിരലുകൾ കുറെ ചുറ്റുകളാന്ന് കരുതുക. അപ്പൊ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാ? അതിന്റെ നടുക്ക കൂടെ ആക്സിസിലൂടെയാണ് അല്ലെ? അപ്പൊ അതിങ്ങനെ ചുറ്റി വെച്ചാൽ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് ശരിക്കും? ഇതിന്റെ ഉള്ളിൽ കൂടെ എങ്ങനെ സർക്കുലേറ്റ് ചെയ്യുക മാഗ്നറ്റിക് ഫീൽഡ്? ഈ ഇതിന്റെ ഉള്ളിൽ കൂടെ മാത്രം. അപ്പൊ പുറത്തുള്ള എന്താണ്? 0 ആണ്. അങ്ങനെ ഒരു ജസ്റ്റിഫിക്കേഷൻ അവിടെ ഓർത്ത് വെക്കണം. ഇനി നമുക്ക് കാണാനുള്ളത് വിത്തിൻ ദ ടോറോയിഡ് ആണ് അല്ലെ? 3 റീജിയൻ ഉണ്ട്, ഔട്ട്സൈഡ്, ഇൻസൈഡ്, വിത്തിൻ അല്ലെ? അപ്പൊ വിത്തിൻ ദ ടോറോയിഡ് അടുത്ത റീജിയൻ ചെയ്ത വിത്തിൻ ദ ടോറോയിഡ്. ഓക്കെ, ഇനി വിത്തിൻ ദ ടോറോയിഡ് എന്ന് പറയുമ്പം ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 I enclosed. ഇത് വേണമെങ്കിൽ I enclosed ബൈ R1 എന്ന് പറയാം. ഇനി നമ്മൾ ഇൻസൈഡ് ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ഒരു ആംബിഗിയൻ ലൂപ്പ് കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, അതിന്റെ റേഡിയസ് എന്താണ്? R ആണ്. സ്മാൾ ലെറ്റർ R ആണ്. അപ്പൊ I enclosed ബൈ ലൂപ്പ് R എന്ന് പറയാം അല്ലെ? enclosed ബൈ ലൂപ്പ് R അല്ലെ? വിത്തിൻ ദ ടോറോയിഡ്. ഓക്കെ, ഇനി ഇതിന്റെ കേസിൽ നോക്കൂ. ഇതെങ്ങനെയാണ്? ഇങ്ങനെയാണ് അല്ലെ? ഇതാണ് വയറ്. ഇതിനെ ചുറ്റിക്കൊണ്ടാണ് എന്തുള്ളത്? കറണ്ട് ഉള്ളത് അല്ലെ? ഇങ്ങനെയാണ് കറണ്ട് ഉള്ളത്. അപ്പൊ അതിനകത്ത് നോക്കുക, പകുതി കറണ്ട് ഇങ്ങനെ ഇറങ്ങും, ബാക്കി പുറത്താണ് അല്ലെ? നമുക്ക് ഈ ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്ന കറണ്ട് മാത്രം മതി. നിങ്ങൾ അത് വിഷ്വലൈസ് ചെയ്യാൻ എത്രത്തോളം വിഷ്വലൈസ് ചെയ്യുന്ന അത്രത്തോളം നമുക്ക് മനസ്സിലാവും. നോക്കുക, ഈ ഭാഗം നോക്കുക അല്ലെ? ഇതാണ് നമ്മുടെ ലൂപ്പ് അല്ലെ? ഇതിനകത്ത് ഒരു റിംഗ് ഇതാണ് അല്ലെ?
ഇതിന്റെ ഈ റിങ്ങിന്റെ ഇത്രയും ഭാഗം ഇതിന്റെ ഉള്ളിലാണ്, ആംബിയൻ ലൂപ്പിന്റെ അകത്താ. ഇത്രയും ഭാഗം പുറത്താണ്. പുറത്തുള്ള നമ്മൾ കൺസിഡർ ചെയ്യണ്ട. അതുകൊണ്ട് അതിന്റെ ഷെയർ എന്താവും, അകത്തുണ്ടാവും അല്ലെ. എന്ന് പറഞ്ഞാൽ ഈ ഭാഗം അകത്താണ്, ഈ ഭാഗം അകത്താണ്, ഈ ഭാഗം അകത്താണ്. അതൊക്കെ എന്താണ്, ആംബിയൻ ലൂപ്പിന്റെ അകത്താണ്. ബാക്കി ഇങ്ങനെ നിൽക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ആംബിയൻ ലൂപ്പിന്റെ പുറത്താണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് അതിന് ഡൊണേഷൻ ഉണ്ടാവും. അപ്പം ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും, ബി ഇൻറ്റു, ഇനി ഈ ടോറോയിഡിനകത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഇതാണ് നമ്മുടെ ലൂപ്പ് അല്ലെ, ഇതാണ് നമ്മുടെ ലൂപ്പ് ആണല്ലോ. അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ് അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് പോണത് അല്ലെ, ഇങ്ങനെയാണ് പോണത്. ആ ലൂപ്പിന്റെ ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ തന്നെ അല്ലെ. ലൂപ്പിന്റെ ലെങ്ത് ഇങ്ങനെ തന്നെയല്ലേ പോണത്, ഓരോ പോയിന്റിലെയും ടാൻജന്റ് അല്ലേ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡും ഡി എല്ലും ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ നമുക്ക് ബി ഡി എൽ കോസ് 0 ഈക്വൽ ടു μ0 ഇൻറ്റു ഐ എൻക്ലോസ്ഡ് ബൈ എന്ത് വേണം, ഈ ഇത് വിത്തിൻ ദ ലൂപ്പ് നമുക്ക് കാണണം അല്ലെ. ആംബിയൻ ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്ന കറണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. ഇതിന്റെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്താണ്, ക്യാപിറ്റൽ N ആണെന്ന് എഴുതാം അല്ലെ. അപ്പൊ നമുക്ക് ഒരാൾ എൻക്ലോസ് ചെയ്യുന്ന കറണ്ട് എത്രയാണ്, ഐ ആണ്. ഇതിനകത്ത് ഒരു റിങ്ങിന്റെ കറണ്ട് ഐ ആണ്. അപ്പൊ മൊത്തം കറണ്ട് ഇട്ടാൽ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് N ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ബൈ ലെങ്ത് ഇൻറ്റു ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്താണ്, ഇതിന്റെ 2πr ഇൻറ്റു ഐ എന്ന് വരും അല്ലെ. കറന്റ് എൻക്ലോസ്ഡ് ബൈ ആംബിയൻ ലൂപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ ചെയ്തത്. അതിനകത്ത് ഒരു റിങ്ങിന്റെ കറണ്ട് എന്താണ്, ഐ ആണ്. മൊത്തം എത്ര റിങ് ഉണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യണം. മൊത്തം എത്ര റിങ് ഉണ്ടെന്ന് എങ്ങനെ കാണാം, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്താണ്, ക്യാപിറ്റൽ N ആണ്. അതിനെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലെ, ഇത് എന്ന് പറഞ്ഞാല് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അതിനെ നമ്മൾ ടോട്ടൽ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ടേൺസ് കിട്ടും. അതാണ് N ഇൻറ്റു 2πr എന്ന് കൊടുത്തത്. ഓക്കെ, ഐ കൊടുത്തു അല്ലെ. ഇനി ഇതെന്ത് ചെയ്യും, ബി ഇൻറ്റു വീണ്ടും ബി ഇൻറ്റു ഇന്റഗ്രൽ ഡി എൽ കോസ് 0 ആണ്. ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വീണ്ടും 2πr ആണ്. മനസ്സിലായോ? ബി ഇൻറ്റു നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ആയിട്ട് ചെയ്താം. ബി ഇൻറ്റു ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ 2πr ഈക്വൽ ടു μ0 n ഇൻറ്റു 2πr ഇൻറ്റു ഐ എന്ന് വരും. 2πr കട്ട് ചെയ്ത് നോക്കി, ബാക്കി ബി ഈക്വൽ ടു μ0 ni എന്ന് വരും. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് വിത്തിൻ ദ ടോറോയിഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ ടോറോയിഡ് അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ ടോറോയിഡ്. ഇൻസൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു ലൂപ്പ് കൺസ്ട്രക്ട് ചെയ്യും. അതിന്റെ റേഡിയസ് R2 എന്ന് എഴുതും അല്ലെ. റേഡിയസ് R2 ആണ്. എന്താണ്, ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 ഐ എൻക്ലോസ്ഡ് ബൈ R2 അല്ലെ. ഇനി നമുക്കറിയാം ഇതിന്റെ ഏതും ആ ഒരു ജസ്റ്റിഫിക്കേഷൻ വരും അല്ലെ. ഇത് എൻക്ലോസ് ചെയ്യുന്ന കറണ്ട് എന്താണ്, ഈ പർട്ടിക്കുലർ റിങ് എൻക്ലോസ് ചെയ്യുന്ന കറണ്ട് എന്താണ്, 0 ആണ്. ഇതിനകത്ത് കറണ്ട് ഇല്ല, കാരണം കറണ്ട് പോകുന്നത് ഇതിലൂടെയാണ് അല്ലെ. അപ്പം ഐ എൻക്ലോസ്ഡ് എന്താണ്, 0 ആണ്. therefore B equal to 0 എന്ന് വരും. അപ്പം പുറത്ത് മാഗ്നറ്റിക് ഫീൽഡ് 0, അകത്ത് മാഗ്നറ്റിക് ഫീൽഡ് 0, വിത്തിൻ ദ ടോറോയിഡ് എന്താണ്, μ0 ni എന്ന് വരും അല്ലെ. നമ്മള് സോളിനോയിഡിന്റെ കേസിൽ എന്താണ്, μ0 ni ആണ് അല്ലെ. സോളിനോയിഡിന്റെ കേസിൽ നമുക്ക് μ0 ni along z cap കിട്ടി അല്ലെ. ഇതെന്താണ് μ0 ni. എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഇതിന് ഉള്ളിൽ ചുറ്റിക്കൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്. ക്ലിയർ ആണല്ലോ. ഇത്രയാണ് ആംബിയസ് ലോന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ഓൾ.